ഇപ്പൊ ഈ ഒരു നേരത്തെ ശ്രീപദായിട്ട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞായിരുന്നു ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു കണക്ഷൻ പോലെ ആ ഒരു AI ആയിട്ട് വരുന്നുണ്ട് അമ്മ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ. അപ്പൊ ശരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇപ്പൊ പാരന്റ്സ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കുറച്ച്, അല്ലെങ്കിൽ റിയൽ വേൾഡ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കുറച്ചിട്ട് ഇങ്ങനെ ഒരു ടെക്നോളജി വേൾഡിലൊക്കെ വീഴാണെന്ന് തോന്നിയിട്ടുണ്ടോ ശരിക്കും? നമ്മുടെ ടെക്നോളജി ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയകളെല്ലാം കണ്ടോ, ഫേസ്ബുക്കിലൊക്കെ ഒരു 6 മാസമുള്ള കുട്ടി കരയാണ്. ആ കരയുന്ന കുട്ടി എന്തിനാ കരയുന്നത്? മൊബൈലിന് വേണ്ടി. അത് കഴിഞ്ഞ് ഒരു 8 മാസം കഴിഞ്ഞ കുട്ടിയോട് യൂട്യൂബ് എടുക്കാൻ പറഞ്ഞ അവർ ആ കുട്ടി എടുത്തു തരും. ആ കുട്ടി വേണമെങ്കിൽ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യും, എന്ത് വേണം ചെയ്യും. അപ്പോൾ എത്ര ഏജിലൊക്കെ എത്തിയിരിക്കുന്നത്. ആ ഏജിൻ്റെ ഒരു പ്രത്യേകത. ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലായി എടുത്തൂടെ ഒന്നിച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചോദ്യമാണ്. അതായത് ആ ഇമോഷൻസ് ഇപ്പോൾ നിങ്ങളുടെ മാരീഡാണോ? അല്ല, നിങ്ങൾ മാരേജ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടിക്ക് സ്നേഹം നിങ്ങളോടായിരിക്കില്ല. നിങ്ങൾ ആ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കുട്ടിക്ക് മൊബൈൽ വേണം, അല്ല കരയാതിരിക്കാൻ വേണം. പിന്നെ നല്ല ഡ്രസ്സുകളുണ്ടെങ്കിൽ, ജീവിതം ആ കുട്ടിക്ക് ഹാപ്പി ആക്കണമെങ്കിൽ മൊബൈലാണ്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് വശം വെച്ചാൽ കണ്ണിൻ്റെ കാഴ്ച പ്രശ്നമാണ്. പിന്നെ ഭയങ്കരമായിട്ട് യൂട്യൂബ് നിങ്ങൾ വീട്ടിൽ നോക്കിയാൽ എല്ലാ ചെറിയ കുട്ടികളും യൂട്യൂബിലിട്ട് അവർക്ക് ഇഷ്ടമുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത്. നാളെ ഇവരെന്ത് ചെയ്യുന്നറിയോ? AI ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതാ പറയുന്നത്, ടൈം നമ്മൾ കുറേ മുന്നേ വരികയാണ്. ഇനി സംഭവിക്കാൻ വന്നത് ഇനി അമ്മയോടായിരിക്കില്ല, AI-യോടെയൊക്കെ സംസാരിക്കും. അലക്സ ഒന്ന് ചിരിക്കൂ, അല്ല അലക്സ ഞാൻ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് വന്നില്ലേ? അലക്സ കഴിഞ്ഞതിപ്പോ സിറി കഴിഞ്ഞ് അലക്സ കഴിഞ്ഞ് ഇപ്പൊ AI. ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞാൽ ഈ അമ്മമാരെന്ത് ചെയ്യുന്നു? അമ്മമാർ യൂട്യൂബിൽ മുഴുകി ഫേസ്ബുക്കിൽ ഒരു ഘട്ടം പോകും. മക്കൾ AI ആയിട്ട് ഇങ്ങനെ പോകും. അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് സമയമുണ്ടെങ്കിൽ കമ്പ്യൂട്ടറാവും. അപ്പോൾ യാന്ത്രികമായ ഒരു ലോകത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നു. ആ സിനിമയാണെങ്കിലോ അത് നമുക്ക് ഒരു മെസ്സേജും കിട്ടാത്ത, നമ്മൾ ഒരു 10 മിനിറ്റ് ചിരിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് സന്തോഷിക്കുക, കൈയടിക്കുക, അതിൻ്റെ അപ്പുറത്ത് ആ സിനിമ ഇല്ല. അപ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം ഇതായിരിക്കും, ബുദ്ധി ഉപയോഗിക്കുന്ന. ഉദാഹരണമായിട്ട് നമുക്ക് പണ്ട് നിങ്ങളുടെ നമ്പർ ഒരു പ്രാവശ്യം പറയാൻ എൻ്റെ മനസ്സിൽ വരിക. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നമ്പർ, ഒരു മൊബൈൽ കാണാതെ എത്ര നമ്പർ ഓർമ്മ പോയില്ലേ? ഇനി ഇന്റലിജൻസ് കൂടി കുറയും, നമ്മളെ കോമൺ സെൻസ് കുറയും. കോമൺ സെൻസ് പോകും. കാരണം നമുക്ക് ചിലതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ChatGPT കൊടുക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടത്. ഇത് നമ്മളൊരു ഫോർകാസ്റ്റ് ചെയ്യുന്ന സിനിമയാണ്, ഒരു പ്രവചനമാണ്. നോക്കിക്കോ, ലോകം AI കീഴടക്കും.